ശ്രീശങ്കുടിദാസ്, ഇപ്പോൾ നവംബർ 19 LDF-ഉം UDF-ഉം കേന്ദ്ര സർക്കാരിന്റെ ഈ നടപടിക്കെതിരെ വലിയ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. UDF ഹർത്താൽ, LDF ഹർത്താൽ. അപ്പോൾ കൃത്യമായി കേന്ദ്ര സർക്കാരിനെതിരായി പ്രതിഷേധം ഉയർത്തേണ്ട ഒരു സാഹചര്യമുണ്ട് എന്ന് BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ കാണുന്നു. എന്തുകൊണ്ടാണ് കേരളത്തിന്റെ ഈ ദുരിതത്തിൽ നിന്ന് കരകയറാനുള്ള നീക്കത്തിനായുള്ള കേന്ദ്ര സഹായം ആവശ്യപ്പെടുന്ന നടപടിക്കെതിരെ കേന്ദ്രം മുഖം തിരിക്കുന്നത്? ശ്രീമതി മാധു, നോക്കൂ, പാലക്കാട് ഒരു തെരഞ്ഞെടുപ്പ് ബാക്കിയായിട്ടുള്ള സാഹചര്യത്തിൽ ഒരു ബോധപൂർവം ഒരു വിവാദം സൃഷ്ടിച്ചെടുത്ത് കേന്ദ്ര സർക്കാരിനെയും BJP-യെയും പ്രതിരോധത്തിലാക്കാനുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു വലിയ ചർച്ച പോലും ഇന്നത്തെ ദിവസം സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നിങ്ങളുടെ ഈ അവതരണത്തിൽ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ ശരിയല്ല. കേന്ദ്രം സഹായം നൽകില്ല എന്നൊരു നിലപാട് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത് എന്താണ്? വയനാട് ഉണ്ടായിട്ടുള്ള ലാൻഡ് സ്ലൈഡിനെ, ഫ്ലാഷ് ഫ്ലഡ്സിനെ നാഷണൽ ഡിസാസ്റ്റർ ആയിട്ട്, ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കണമെന്നാണ് ആവശ്യം. നമ്മുടെ നിയമത്തിൽ ഒരു ദുരന്തത്തെയും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ള ഒരു പ്രൊവിഷൻ ഇല്ല. നിയമത്തിൽ ഇല്ലാത്തൊരു പ്രൊവിഷൻ പ്രകാരം ഒരു ആവശ്യം നിങ്ങൾ ഉന്നയിച്ചിട്ട് അത് സാധിക്കില്ലെന്നുള്ള ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം വരുമ്പോൾ ഇത് കേരളത്തോട് ചെയ്യുന്ന അപമാനിക്കലാണ്, കേരളത്തോട് ചെയ്യുന്ന വിവേചനമാണെന്ന് പറയരുത്. എന്നെ ഈ ചർച്ചയിൽ പ്രതിരോധത്തിൽ നിൽക്കുന്നത് എൻ്റെ പാർട്ടി ആയതുകൊണ്ട് തന്നെ, ഈ ആരോപണങ്ങൾ മുഴുവൻ ഉന്നയിക്കപ്പെട്ടത് എൻ്റെ പ്രസ്ഥാനത്തിന് നേരെ ആയതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ എൻ്റെ ഭാഗം വിശദീകരിക്കാൻ ന്യായമായ സമയം നിങ്ങൾ തരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മുഖവുര ഇങ്ങനെ തന്നെ പറഞ്ഞത്. നോക്കൂ, ഇന്നിപ്പോൾ കേന്ദ്രമന്ത്രിയുടെ ആയിട്ട് പുറത്തു വിട്ടിട്ടുള്ള കത്ത്, അതിൽ പറയുന്നൊരു കാര്യം ഒരു പുതിയ കാര്യമേ അല്ല. ഇന്നിപ്പോൾ ഈ കത്ത് പുറത്തു വിട്ടത് തീർച്ചയായിട്ടും ഗൂഢാലോചനയാണ്. നവംബർ 10 ഡേറ്റഡ് ആയിട്ടുള്ള കത്താണത്. അത് പോട്ടെ, ഇതേ കാര്യം തന്നെ ഒക്ടോബർ 17 കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ കോപ്പി പേസ്റ്റാണ് ബഹുമാനപ്പെട്ട ആഭ്യന്തര സഹമന്ത്രിയുടെ കത്തിൽ പറയുന്നത്. പുതിയ കാര്യമല്ല. ഇതേ കാര്യം കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി മുന്നേ പറഞ്ഞിട്ടുണ്ട്. പോട്ടെ, 2013 കേരളത്തിൽ നിന്നുള്ള മുല്ലപ്പള്ളി രാമേന്ദ്രൻ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായിരുന്ന സമയത്ത് ഇതേ കാര്യം പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ട്. അന്ന് ഉത്തരാഖണ്ഡ് ഫ്ലഡ്സ് നടന്നിട്ടുള്ള സമയമാണ്. ഇന്ത്യയിൽ തന്നെ 2004 സുനാമിക്ക് ശേഷം നടന്നിട്ടുള്ള ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമാണ് ഉത്തരാഖണ്ഡ് ഫ്ലഡ്സ് എന്ന് പറയുന്നത്. 4500 ഗ്രാമങ്ങൾ മുഴുവൻ വൈപ്പൗട്ട് ചെയ്യപ്പെട്ട സംഭവമാണ്. 6000 ചില്ലാനം ആളുകൾ മരണപ്പെട്ടിട്ടുള്ള വലിയ ദുരന്തമാണ്. അന്ന് പാർലമെന്റിൽ ബാംഗ്ലൂരിൽ നിന്നുള്ള BJP പ്രതിനിധിയായിട്ടുള്ള PC മോഹൻ ഇതിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമോ എന്ന ചോദ്യം ചോദിച്ചപ്പോൾ അന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായിരുന്ന മുല്ലപ്പള്ളി രാമേന്ദ്രൻ പാർലമെന്റിൽ പറഞ്ഞിട്ടുള്ള മറുപടി, നമ്മുടെ നിയമത്തിൽ ഒരു ദുരന്തത്തെയും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ള പ്രൊവിഷൻ ഇല്ല. മാത്രമല്ല, ഈ പറയുന്ന ഫ്ലഡ്സ് ഉൾപ്പെടെ പ്രകൃതി ദുരന്തങ്ങളിൽ 12ഓളം പ്രകൃതി ദുരന്തങ്ങളിൽ റിലീഫ് എന്ന് പറയുന്നത് പ്രൈമറി ആയിട്ട് സംസ്ഥാനത്തിന്റെ തന്നെ ഉത്തരവാദിത്തമാണെന്നാണ്. ഇതാണ് നമ്മുടെ നിയമത്തിലെ പ്രൊവിഷൻ. ഇത് BJP ഉണ്ടാക്കി വെച്ചുള്ള നിയമത്തിലെ പ്രൊവിഷൻ അല്ല. ആ പ്രൊവിഷനാണ് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ഇപ്പോഴും പറയുന്നത്. ആ കാര്യം തന്നെയാണ് കേന്ദ്ര സർക്കാർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തിട്ടുള്ളത്. അതിന്റെ അർത്ഥം കേന്ദ്ര സർക്കാർ വയനാടിന് ഏതെങ്കിലും തരത്തിൽ ധനസഹായം ചെയ്യില്ല എന്നോ പുനരധിവാസത്തെ സഹായിക്കുകയോ ചെയ്യില്ല എന്നോ അല്ല. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം നിയമപ്രകാരം സാധ്യമല്ല എന്ന് മാത്രമാണ്. കേന്ദ്രം ഇതിനോടകം തന്നെ ചെയ്തിട്ടുള്ള സഹായികളെ പറ്റിയിട്ടും കേന്ദ്രമന്ത്രിയുടെ കത്തിലും പാർലമെന്റിലെ ഉത്തരത്തിലും അതേപോലെ തന്നെ ഈ പറയുന്ന ഹൈക്കോടതിയിലുള്ള സത്യവാങ്മൂലത്തിലും വളരെ വിശദമായി പറയുന്നുണ്ടല്ലോ. അതായത് SDRF എന്ന് നമ്മൾ പറയുന്ന സംഭവം, സ്റ്റേറ്റ് ഡിസാസ്റ്റർ റിലീഫ് ഫണ്ട് എന്ന് പറയുന്ന സംഭവം, ഇത് സ്റ്റേറ്റ് ഫണ്ട് അല്ല, ഇത് കേന്ദ്രത്തിൻ്റെ ഫണ്ടാണ്. 75% കേന്ദ്രവും 25% സംസ്ഥാനവും വഹിക്കുന്നതാണ്. ഓരോ 5 വർഷത്തേക്കും ഫിനാൻസ് കമ്മീഷനാണ് മൊത്തം നാഷണൽ ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടിൽ നിന്ന് ഓരോ സ്റ്റേറ്റുകളുടെ ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടിലേക്ക് എത്രയാണ് പണം കൊടുക്കേണ്ടത് തീരുമാനിക്കേണ്ടത്. ആ മറ്റുള്ളൊരു മാനദണ്ഡം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. കേരളത്തിന് 2024, 2025 കാലഘട്ടത്തിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് 306 കോടി രൂപയാണ്. ആ 306 കോടി രൂപയിൽ 75% കേന്ദ്രത്തിൻ്റെയാണ്. അതായത് 291 കോടി രൂപ സ്റ്റേറ്റ് ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടിലേക്ക് കേന്ദ്രം അലോക്കേറ്റ് ചെയ്യേണ്ടതാണ്. ഈ 2 ഗഡുവായിട്ട് കൊടുക്കേണ്ട പൈസ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുൻകൂറായിട്ട് ഇതിനോടകം തന്നെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതായത് ആദ്യത്തെ ഗഡു കൊടുക്കുന്നത് ഞാനൊന്ന് പറഞ്ഞോട്ടെ, ജൂലൈ 31, 2024 145.60 കോടി കൊടുത്തു. അതിനുശേഷം ഒക്ടോബർ 1, 2024 145.60 കോടി കൊടുത്തു. അതായത് 291 കോടി രൂപ കൊടുത്തു. സംസ്ഥാനത്തിൻ്റെതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ 96.80 കോടി അതിലുണ്ട്. മാത്രമല്ല, സംസ്ഥാനത്തിൻ്റെ അക്കൗണ്ട്സ് ജനറൽ കൊടുത്തിട്ടുള്ള സത്യവാങ്മൂലം പ്രകാരം പറയുന്നത് കഴിഞ്ഞ വർഷത്തെ ഗഡുവിൽ നിന്ന് 394.99 കോടി രൂപ ബാക്കിയിരിക്കുകയാണെന്നാണ്. അതായത് കേന്ദ്രം കൊടുത്ത വിഹിതം തന്നെ സംസ്ഥാനത്തിൻ്റെ SDRF-ൽ 782 കോടി ഇരിക്കുകയാണ്. ഇതിന് പുറമെ CMDRF ഉണ്ട്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഉണ്ട്. അതിലേക്ക്
520 കോടി രൂപ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മാത്രം കളക്ട് ചെയ്തിട്ടുണ്ട്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ തന്നെ അതിലേക്ക് 80 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. അതായത് 1300 കോടി രൂപ കയ്യിൽ വെച്ചിട്ട് സംസ്ഥാനം പറയാണ് ദുരിതാശ്വാസ പ്രവർത്തനം നടത്താൻ ഞങ്ങൾക്ക് സാധിക്കില്ല, കാരണം ഇതിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ. എനിക്ക് 2-3 കാര്യങ്ങൾ പറയാനുണ്ട് അങ്ങയോട്. ഒന്നാമത്തെ കാര്യം, ഇതൊരു തെരഞ്ഞെടുപ്പിന്റെ ഇനി ഒരു തെരഞ്ഞെടുപ്പ് കൂടി നടക്കാനുള്ള പശ്ചാത്തലത്തിൽ ഈ ചർച്ച തന്നെ ഇന്ന് നടക്കുന്ന ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് എന്ന് പറയുന്നു. ഈ വാർത്ത ഇന്നലെയാണ് വന്നത്. ഇന്നലെ മറ്റൊരു വിഷയം ചർച്ച ചെയ്യാനാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ എഡിറ്റോറിയൽ ബോർഡ് തീരുമാനിച്ചത്. മാത്രമല്ല ഇന്നലെ കേരളത്തിലെ മാധ്യമങ്ങൾ ഏറ്റവും അധികം ചർച്ച ചെയ്തത് മറ്റൊരു വിഷയമായിരുന്നു, ഈ വിഷയമല്ല എന്നുള്ളത്. ഇങ്ങനെ ഒരു ചർച്ച ഗൂഢാലോചനയാകുന്നത് എങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പോൾ, ദേശീയ ദുരന്തം എന്നു നിങ്ങൾ ഉന്നയിച്ചിട്ട് എന്ന് ഇത് നോക്കൂ, ഈ ചർച്ചയുടെ അവതാരികയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും തെറ്റാണ് എന്നങ്ങ് പറഞ്ഞു. ഈ ചർച്ചയുടെ അവതാരികയിൽ വയനാട് നേരിട്ട ദുരന്തത്തിന്റെ ഒരു ചുരുക്കം ഞാൻ പറഞ്ഞു. അതിനുശേഷം ഞാൻ പറഞ്ഞിരിക്കുന്നത് 2-3 സെന്റൻസ് ആണ്. ആ 2-3 സെന്റൻസ് ഞാൻ ആവർത്തിക്കാം. പുനരധിവാസത്തിനും ജീവനോപാധിക്കുമായി കേരളം മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിൽ കേന്ദ്രം ഇന്നോളം കഴിഞ്ഞിട്ടില്ല. ഈ പറയുന്ന കാര്യത്തിൽ, അതായത് വയനാട് ദുരന്തത്തിന്റെ മാത്രം പശ്ചാത്തലത്തിൽ കേരളം എന്തെങ്കിലും തരത്തിലുള്ള ഫണ്ട് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങേക്ക് പറയാം, ഞാനത് ബഹുമാന പുരസ്സരം സ്വീകരിക്കും. രണ്ടാമത്തെ സെന്റൻസ്, ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം നിരാകരിച്ച കേന്ദ്ര നടപടി കണ്ണിൽ ചോരയില്ലാത്തതെന്ന് കേരളം. ആ പ്രതികരണം ഉണ്ടായിരിക്കുന്നത് കേരളത്തിന്റെ ധനമന്ത്രി KN ബാലഗോപാലിൽ നിന്നാണ്. ആ ദേശീയ ദുരന്തം ആയി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം, ഒരു മിനിറ്റ് ശ്രീ ശങ്കുടിദാസ് അങ്ങ് പറഞ്ഞ മുഴുവൻ കേട്ടില്ലേ? അപ്പോ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം നിരാകരിച്ച കേന്ദ്ര നടപടി കണ്ണിൽ ചോരയില്ലാത്തതാണ് എന്ന സ്റ്റേറ്റ്മെന്റ് അല്ല ഞാൻ അവിടെ പറഞ്ഞത്. അങ്ങനെ കേരളത്തിൽ നിന്ന് പ്രതികരണം ഉണ്ടായി എന്നുള്ളതാണ്. ദേശീയ ദുരന്തം എന്ന് പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന് ഈ പറയുന്ന കത്തിൽ, KV തോമസ് അയച്ച കത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് വായിക്കാനുള്ള വിദ്യാഭ്യാസമൊക്കെ എനിക്കുമുണ്ട് ശ്രീ ശങ്കുടിദാസ്, അത് മനസ്സിലാക്കും എല്ലാവർക്കും. അപ്പോൾ അവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇല്ല. അവിടെ കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ പറഞ്ഞ ഒരു ആരോപണമാണ് ഞാനതിൽ വെച്ചിരിക്കുന്നത്. വയനാട്ടിലെ യഥാർത്ഥ ദുരന്തം എന്ത്? ഈ 3 സെന്റൻസ് ആണ് ഞാൻ ഇതിൽ ചൂണ്ടിക്കാണിച്ചത്. ഇതിൽ എവിടെയാണ് ഗൂഢാലോചന? അതാണ് ഞാൻ പറഞ്ഞത്. നോക്കൂ, എന്താണ് കേന്ദ്ര സഹായം കൊടുക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്നുള്ള കേന്ദ്രത്തിന്റെ നിലപാട് സംസ്ഥാനത്തോടുള്ള വഞ്ചനയാണെന്ന് കേരളം. ഇത് കേരളത്തിന്റെ അഭിപ്രായമില്ല. കേരളത്തിലെ സാമാന്യ ബുദ്ധിയുള്ള ജനതയ്ക്ക് എന്തുകൊണ്ടാണ് നിയമപ്രകാരം ഇല്ലാത്തൊരു പ്രൊവിഷൻ പ്രകാരം നമുക്ക് ചെയ്യാൻ കഴിയാത്തത് എന്ന് മനസ്സിലാവും. ഇത് തീർത്തും രാഷ്ട്രീയമായിട്ടുള്ള കേരളത്തിന്റെ പൊതു അഭിപ്രായം. അങ്ങനെ ഒരു അഭിപ്രായം മുന്നോട്ട് വെച്ചത് അത് സ്വാഭാവികമായും കേരളത്തിന്റെ അഭിപ്രായം എന്നേ പറയാൻ കഴിയുള്ളൂ. ഇതിപ്പോ കേന്ദ്രത്തിന്റെ അഭിപ്രായം എന്നല്ലാതെ കേന്ദ്രത്തിന്റെ ഏതെങ്കിലും ഒരു മന്ത്രിയുടെ മാത്രം അഭിപ്രായമാണ് ഈ പറയുന്ന കാര്യമെന്ന് പറയാൻ കഴിയില്ലല്ലോ. കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധി അയച്ച കത്ത് കേന്ദ്രത്തിന്റെ അഭിപ്രായം, കേരളത്തിലെ ക്യാബിനറ്റിൽ അംഗമായ ഒരാൾ പറഞ്ഞൊരു അഭിപ്രായം, കേരള സർക്കാരിന്റെ അഭിപ്രായം എന്ന രീതിക്ക് തന്നെയാണ് മുന്നോട്ട് വെക്കപ്പെടാൻ കഴിയുന്നത്. ഞാൻ ചോദിക്കുന്നതിൽ ഗൂഢാലോചന എവിടെയെന്നാണ്. ശ്രീമതി മാധു, നിങ്ങൾ അങ്ങനെയാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ പറയേണ്ടത് വയനാട് ദുരന്തമല്ല, ഒരു ദുരന്തവും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ സാധിക്കില്ലെന്ന് ഇന്ത്യ എന്നാണ് പറയേണ്ടത്. അവിടെ ഇന്ത്യ ഗവൺമെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആൾക്കാരെ പറ്റി പറയുമ്പോൾ നിങ്ങൾ കേന്ദ്ര നടപടി, BJP എന്നൊരൊറ്റ വാക്ക് ഞാനിവിടെ പറഞ്ഞിട്ടില്ല. കേന്ദ്ര നടപടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതില് നമുക്ക് ഈ ചർച്ച നടത്തുന്ന ആൾക്ക് കുറച്ചുകൂടി, നമുക്ക് ഈ പൊതുസമൂഹത്തോട് കുറച്ചുകൂടി അക്കാഡമിക് ആയിട്ടുള്ള ഉത്തരവാദിത്വം കൂടി ഉണ്ടല്ലോ. അവരെ കാര്യങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാതെ അവർക്ക് കൃത്യമായിട്ടുള്ള ധാരണ ശ്രീ ശങ്കുട്ടിദാസ്, കേന്ദ്ര നടപടി എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധികളെ പറ്റി സംസാരിക്കുമ്പോൾ നിങ്ങൾ കേരളം എന്ന് ഉപയോഗിക്കുന്നു, നിങ്ങൾ ദേശീയ സർക്കാരിന്റെ പ്രതിനിധികളെ പറ്റി പറയുമ്പോൾ വാചകത്തിൽ വരുമ്പോൾ വൈരുദ്ധ്യമാണ്. ശരി, ഇന്ത്യ എന്ന് തന്നെ ഞാൻ പറഞ്ഞു എന്ന് വിചാരിച്ചോളൂ. അങ്ങനെ ഉദ്ദേശമില്ല ശ്രീ ശങ്കുട്ടിദാസ്. ഇന്ത്യൻ സർക്കാർ, കേന്ദ്ര സർക്കാർ എന്ന് തന്നെ ഞാൻ പറഞ്ഞു എന്ന് വിചാരിച്ചോളൂ. ഇവിടെ കേരളം എന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് നോക്കൂ, കേരളം എന്ന ഒരു സംസ്ഥാനം തന്നെ ഈ ഭൂപടത്തിലില്ല എന്ന രീതിക്കാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. സംസ്ഥാനത്തെ മുഴുവൻ മന്ത്രിമാരും തന്നെ ഇന്ന് ഈ പ്രതികരണം തേടി മന്ത്രിമാരെല്ലാവരും തന്നെ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നിലപാടിനെതിരെ തന്നെയാണ്, ഈ പുറകിൽ നിന്ന് കുത്തുന്നതാണ് കണ്ണിൽ ചോരയില്ലാത്ത നടപടി എന്ന് തന്നെയാണ് സംസ്ഥാനത്തെ മുഴുവൻ മന്ത്രിമാരും ഇന്ന് പ്രതികരിച്ചിരിക്കുന്നത്. ഇത് BJP എന്ന് ഞാൻ പറഞ്ഞില്ല, അങ്ങാണ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചത്. ഈ ചർച്ച ഇന്ന് വരുന്നത് ഗൂഢാലോചനയാണ് എന്ന് പറഞ്ഞത് നോക്കൂ. കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനം നേരിട്ടൊരു വലിയ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു മറുപടി കിട്ടിയിരിക്കുന്നു. സംസ്ഥാനത്തെ മുഴുവൻ രാഷ്ട്രീയ പ്രതിനിധികളും നേതാക്കളും എല്ലാം അതുമായി ബന്ധപ്പെട്ട് പരാതികൾ ഉന്നയിക്കുന്നു, വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു രാഷ്ട്രീയ വിഷയം ചർച്ച ചെയ്യാൻ അല്ലെങ്കിൽ വൈകുന്നേരം എന്തിനാണ് ഇങ്ങനെ ഒരു ചർച്ച?
ശ്രീമതി മാധു, നിങ്ങൾ സുദീർഘമായി സംസാരിച്ചു കഴിഞ്ഞാൽ ഇനി 2 മിനിറ്റിലേക്ക് മറുപടി പറയാൻ നിങ്ങൾ അവസരം തരണം. അതായത് കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി ഹൈക്കോടതിയിൽ ഒക്ടോബർ 17 തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടൊരു കാര്യം, കേന്ദ്രമന്ത്രി നേരത്തെ തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വിശദീകരിച്ചിട്ടുള്ള കാര്യം, 2013 അന്നത്തെ കേന്ദ്ര സർക്കാർ പാർലമെന്റിനെ അറിയിച്ചിട്ടുള്ള കാര്യം, അതേ കാര്യം ഒരു കുത്തും കോമയും പോലും വ്യത്യാസമില്ലാതെ ആ കേന്ദ്രമന്ത്രിയെ കൊണ്ട് ഇപ്പൊ പറയിപ്പിച്ചെടുക്കുകയാണല്ലോ ചെയ്തത്. വളരെ കൃത്യമായിട്ട് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം, കേന്ദ്രമന്ത്രിയുടെ വായിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങോട്ടൊരു കത്തയക്കുന്നു, ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞിട്ട് സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക വക്താവ് ഒരു കത്തയക്കുന്നു. ആ കത്തിൽ അദ്ദേഹം ചട്ടപ്രകാരമുള്ള മറുപടി കൊടുക്കുമ്പോൾ ആ മറുപടി പൊക്കിയെടുത്തുകൊണ്ട് വന്ന് വയനാടിനെ കേന്ദ്രം അവഗണിച്ചു എന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്ക് ഒരു ഹർത്താൽ നടത്തുമ്പോൾ അത് ചർച്ചയാവുമ്പോൾ അതിന് പിന്നിൽ നിക്ഷിപ്ത താല്പര്യമുണ്ടെന്ന് മനസ്സിലാക്കുന്നത് എന്റെ സാമാന്യ ബുദ്ധിയാണ്. ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെടുന്ന കത്ത് ഓഗസ്റ്റ് 2-ാം തീയതി 2024 ഓഗസ്റ്റ് 2-ാം തീയതിയാണ്. അല്ലാതെ പാലക്കാട് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് അങ്ങോട്ട് ഡ്രാഫ്റ്റ് ചെയ്ത് മറുപടി കഴുത്തിന് കുത്തിപ്പിടിച്ച് മേടിച്ചല്ല. ഓഗസ്റ്റ് 2-ാം തീയതിയാണ് അയക്കുന്നത്. അതിന് മറുപടി 10-ാം തീയതി തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപാക്കി കൊടുത്തത് കേന്ദ്ര താല്പര്യമായിരിക്കും. അവിടെ എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അവിടെ ഓഗസ്റ്റ് 2-ാം തീയതി കത്ത് കൊടുക്കുന്ന സമയത്ത് കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണെന്നുള്ള കാര്യം ഇവർക്ക് അറിയാത്തൊന്നുമല്ല. അല്ലെങ്കിൽ വയനാട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് തൊട്ട് പിറ്റേന്ന് വരുമ്പോൾ അവിടെ എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടോ? ഇനി പാലക്കാട്ട് BJP ജയിക്കരുതെന്നൊരു ആവശ്യം കേന്ദ്ര നേതൃത്വത്തിനുണ്ടോ? ഒട്ടുമല്ല. അത് വയനാട് ഇലക്ഷൻ കഴിയണ വരെ അത് ഹോൾഡ് ചെയ്ത് വെച്ചതായിരിക്കും. അത് അവർക്കും ഉണ്ടല്ലോ സാമാന്യ ബുദ്ധി എന്ന് പറയുന്ന സംഭവം. ഇവിടെ പറയുമ്പോ ഇനി നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം വെക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് കുറച്ചുകൂടി വസ്തുതകൾ പറയാം. ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് പുനരധിവാസത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം വഹിച്ചിട്ടുള്ളത് കേന്ദ്ര സർക്കാരാണ്, കേരള സർക്കാർ അല്ല വഹിച്ചിട്ടുള്ളത്. NDRFന്റെ 4 കോളം ടീം വയനാട്ടിലുണ്ടായിരുന്നു, കോസ്റ്റ് ഗാർഡിന്റെ 3 കോളം ടീം അവിടെ ഉണ്ടായിരുന്നു, ഇന്ത്യൻ ആർമിയുടെ 14 കോളം വയനാട്ടിൽ ദുരിതാശ്വാസ പ്രവർത്തനത്തിലുണ്ടായിരുന്നു, നേവിയുടെ 2 ഹെലികോപ്റ്റർ, ഇന്ത്യൻ എയർഫോഴ്സിന്റെ 4 ഹെലികോപ്റ്റർ, NDRFന്റെ റെസ്ക്യൂ ടീം മുഴുവൻ 30 ആൾക്കാരെ റെസ്ക്യൂ ചെയ്തത് NDRF ടീമാണ്. 112 ആൾക്കാരുടെ മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നത് SDRF ടീം. 520 ആൾക്കാരെ ഇവാക്യുവേറ്റ് ചെയ്തതും രക്ഷിക്കുന്നതും, ലൈഫ് സ്റ്റോക്ക് മേഖലയിൽ 11ഓളം ലൈഫ് സ്റ്റോക്ക് മേഖലയിൽ സംരക്ഷണം നടത്തുന്നത് ഇതൊക്കെ NDRF ടീമാണ്. എന്തിനാണ് പറയുന്നത്? 190 മീറ്റർ നീളത്തിലുള്ള ബെയിലി പാലം അവിടുത്തെ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി നിർമ്മിക്കുന്നത് ഇന്ത്യൻ ആർമിയാണ്. അങ്ങനെ പൂർണ്ണമായിട്ടും കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാർ നിർവഹിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഈ SDRF എന്ന് പറയുന്നത് റീകൺസ്ട്രക്ഷൻ ഫണ്ട് അല്ല, അത് റിലീഫ് ഫണ്ടാണ്. ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ പ്രതികരണം നടത്താനുള്ള ഫണ്ടാണ്. ഏതെങ്കിലും സമയത്ത് ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി തന്നെയാണ് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം ഈ ഫണ്ട് തരുന്നത്. ഈ സംസ്ഥാനത്തിന്റെ SDRFൽ ഇപ്പൊ കിടക്കുന്ന 720 കോടി രൂപ ഇത്തരത്തിലുള്ള ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാൻ തന്നെയാണ്. അതിൽ നിന്നൊരു ചില്ലിക്കാശ് പോലെ എടുത്ത് ഉപയോഗിക്കാണ്ട് 2000 കോടി രൂപയുടെ ഒരു പദ്ധതി ഞങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. അത് എന്തെങ്കിലും വരുമ്പോഴേ ഞങ്ങൾ ദുരിതാശ്വാസം നമ്മൾ തമ്മിൽ വഴക്കിട്ട് പോയിട്ട് കാര്യമല്ലോ. അപ്പോ അതിൽ എനിക്ക് അങ്ങോട്ട് ചോദ്യമുണ്ട്, പക്ഷെ ഞാൻ അതിലേക്ക് വരികയും ചെയ്യാം.